അപ്പൊ കഴിഞ്ഞ ദിവസം പല്ലൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിനെ പറ്റി തെറ്റിദ്ധാരണാജനകമായ ഒരു വാർത്തകൾ ഇങ്ങനെ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. അതിന്റെ യഥാർത്ഥ സംഭവങ്ങളും വിവരങ്ങളും പൊതുജനത്തെ അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഞങ്ങൾ ഈ ഇതിൽ വന്നിരിക്കുന്നത്, മീഡിയയിൽ വന്നിരിക്കുന്നത്. പല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ 2023 ആഗസ്റ്റ് തുടക്കത്തിലാണ് ബാങ്കിൽ പ്രതിസന്ധി ഉണ്ടായത്. അന്ന് 256 കോടി രൂപയുടെ നിക്ഷേപവും 211 കോടി രൂപയുടെ വായ്പയും ഉണ്ടായിരുന്നു. ബാങ്കിന്റെ ഇപ്പോഴത്തെ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം 139 കോടി രൂപയുടെ നിക്ഷേപവും 133 കോടി രൂപയുടെ വായ്പയുമാണ് ഇപ്പോഴുള്ളത്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതിനു ശേഷം ബാങ്കിന് 117 കോടി രൂപയുടെ നിക്ഷേപം തിരികെ നൽകാനും 78 കോടി രൂപയുടെ വായ്പ തിരിച്ചു പിടിക്കാനും സാധിച്ചിട്ടുണ്ട്. നിലവിൽ ബാങ്ക് നിക്ഷേപകർക്ക് പലിശ ഇനത്തിൽ നൽകാനുള്ള തുക 7.62 കോടി രൂപ മാത്രമാണ്. അതേസമയം ബാങ്കിന് പലിശ ഇനത്തിൽ ലഭിക്കാനുള്ള തുക 76 കോടി രൂപയാണ്. ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമങ്ങൾ മൂലം ബാങ്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം 30/2025 സർക്കുലർ ഇളവുകൾ പ്രയോജനപ്പെടുത്താതെ 5,56,68,436 രൂപ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. 30/2025 സർക്കുലർ ഇളവുകൾ പ്രയോജനപ്പെടുത്തിയാണ് മറ്റ് സഹകരണ ബാങ്കുകളൊക്കെ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളത് പ്രയോജനപ്പെടുത്തിയിട്ടില്ല. അതുകൂടെ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ലാഭം 19 കോടി രൂപ വരുന്നതാണ്. ഡിസംബറിൽ കുടിശ്ശികയായ മുഴുവൻ വായ്പകളും ചിട്ടുകളും കേസ് നടപടി ആയിട്ടുണ്ട്. ആകെ കേസ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന വായ്പകൾ 1,628 എണ്ണം വരും. ഭരണസമിതി ചാർജ് എടുത്തതിന് ശേഷം സെയിൽ ഓഫീസർ മുഖാന്തരം 14 പേരുടെ വസ്തുക്കൾ ലേലം ചെയ്തു. തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. തുടർന്നുള്ള മാസങ്ങളിൽ ലേല നടപടികൾ തുടർച്ചയായി നടത്തുന്നതാണ്. കൂടാതെ സിവിൽ കോടതി മുഖാന്തരം 6 പേരുടെ വസ്തുക്കൾ ജപ്തി ചെയ്തു. സഹകരണ പുനരുദ്ധാരണ നിധി, റിസർവ് ഫണ്ട്, റിസ്ക് ഫണ്ട്, ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ട് എന്നിവിടങ്ങളിൽ നിന്നെല്ലാം അർഹതയുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് ബാങ്ക് അപേക്ഷ നൽകിയിരുന്നു. അതിൽ സഹകരണ പുനരുദ്ധാരണ പദ്ധതി പ്രകാരം 10 കോടി രൂപയുടെ ധനസഹായത്തിന് ബാങ്കിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ വിവരം കഴിഞ്ഞ ദിവസം പാമ്പാടിയിൽ വെച്ച് പല്ലൂർ ബാങ്കിന്റെ പേര് പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രി PM വാസവൻ സാറ് പത്രസമ്മേളനത്തിലും ആ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുള്ളതാണ്. ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി പരിശോധിച്ച് ശുപാർശ ചെയ്ത 93 അപേക്ഷകളിൽ നിന്നാണ് സംസ്ഥാനത്ത് ആകെ 12 സഹകരണ ബാങ്കുകളെ ഈ പദ്ധതിയിൽ തെരഞ്ഞെടുത്തിട്ടുള്ളത്. സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യുവാൻ ബാങ്കുകൾ സ്വീകരിച്ച വിവിധ നടപടികൾ പരിശോധിച്ച് അതിൽ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ബാങ്കുകളെയാണ് ജില്ലാതല കമ്മിറ്റികൾ ശുപാർശ ചെയ്തിട്ടുള്ളത്. പുനരുദ്ധാരണ പദ്ധതി പ്രകാരം ലഭിക്കുന്ന ഈ തുക ഉപയോഗിച്ച് കൂടുതൽ മധ്യകാല വായ്പകളും സ്വർണ്ണപ്പണയ വായ്പകളും നൽകുവാൻ സാധിക്കും. ഡിപ്പോസിറ്റുകാർക്ക് കൊടുക്കാനോ മറ്റു ആവശ്യങ്ങൾക്കോ ഈ തുക വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതേസമയം ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി ഫണ്ടിൽ നിന്ന് ഉടൻ സഹായധനം കൊടുക്കുന്നതാണെന്ന് മന്ത്രി അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് കിട്ടുവാണെങ്കിൽ ഡിപ്പോസിറ്റുകാർക്ക് മാത്രമേ ആ തുക കൊടുക്കാൻ പറ്റുള്ളൂ. ഈ 2 വായ്പകളും നിക്ഷേപകർക്ക് കൊടുക്കുന്നതിൽ കുറഞ്ഞ പലിശക്കാണ് ബാങ്കിന് ലഭിക്കുന്നത്. ബാങ്ക് മുൻ പ്രസിഡന്റ് KJ കുടിവെള്ളത്തിന്റെ പേരിലുള്ള 3 വായ്പകളിൽ ഏതാണ്ട് 2 കോടി രൂപയോളം തിരിച്ചടവ് വന്നിട്ടുണ്ട്. NPA ആയി കണക്കാക്കിയിരുന്ന വായ്പകളിൽ കഴിഞ്ഞ വർഷം സെയിൽ ഓഫീസർ മുഖാന്തരം മാത്രം 129 എണ്ണം ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുവഴി 8 കോടിയിൽ കൂടുതൽ തുക ബാങ്കിലേക്ക് അർപ്പിക്കാൻ സാധിച്ചു. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതിനു ശേഷവും കൃത്യമായി തുക അടയ്ക്കുന്നവരെ ചിറ്റാളന്മാരായി ചേർത്ത് 13 ചിട്ടുകൾ ബാങ്ക് ആരംഭിക്കുകയും ചിട്ടുതുകകൾ കൃത്യമായി നൽകുകയും ചെയ്യുന്നുണ്ട്. പുതിയതായി വള്ളിത്തറ ബ്രാഞ്ചിൽ 5 ലക്ഷം രൂപയുടെയും മറ്റു ബ്രാഞ്ചുകളിൽ 1 ലക്ഷം രൂപയുടെയും ചിട്ടുകൾ ഉടൻ ആരംഭിക്കുന്നതാണ്. കേരള ബാങ്ക് ധനസഹായത്തോടെ ഗോൾഡ് ലോണും KCC വായ്പകളും സാധാരണ വായ്പകളും കൂടുതലായി നൽകി വരുന്നു. നിലവിലുള്ള വായ്പ കുടിശ്ശിക അടയ്ക്കുന്ന മുറയ്ക്ക് പുതുക്കി നൽകുന്നതല്ലാതെ പുതിയതായി ഭരണസമിതി വായ്പയായി അനുവദിച്ചിട്ടില്ല. ആരോപണത്തിൽ പറയുന്ന 50 ലക്ഷം രൂപ ബാങ്ക് ഇന്നേ വരെ നൽകിയിട്ടുമില്ല. ഇലക്ഷൻ അടുത്തപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി ബാങ്കിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കുന്ന ഇപ്പോഴത്തെ ഭരണസമിതിയെ ദുർബലപ്പെടുത്തുന്ന ഉദ്ദേശത്തോടുകൂടി ഏതാനും ആളുകൾ ചേർന്ന് നടത്തുന്ന സത്യാഗ്രഹ സമരത്തിൽ നിന്ന് നിക്ഷേപകർ വിട്ടുനിൽക്കണമെന്നും ഭരണസമിതിയോടും ജീവനക്കാരോടും സഹകരിച്ച് ഈ ബാങ്കിനെ പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് സഹകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ നിക്ഷേപകരോട് പറയാനുള്ളത്.